ഹലോ. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മളൊരു ഓൺ വോയിസ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ പിക്കുവിനൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതിൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ കാലൊക്കെ ഓക്കെ, കുഴപ്പമില്ല. എന്നിരുന്നാലും സ്റ്റിച്ചൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആൾ വീട്ടിലിരുന്ന് ബോറടിച്ചു പറഞ്ഞപ്പോൾ ജോബ് ചേട്ടൻ വന്നപ്പോൾ ഞാനും ജോബ് ചേട്ടനും കൂടി പിക്കുവിനൊന്ന് വൈകുന്നേരം പുറത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേ നേരം വീട്ടിലിരിക്കുമ്പോൾ ശരിക്കും ബോറടിക്കും. അത് ആൾക്ക് ഇപ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. ഇപ്പോഴും പുറത്ത് പോകുന്ന ആൾക്കാരാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ നമ്മുടെ മണ്ണൂത്തിയിൽ പുതിയൊരു തട്ടുകട വന്നിട്ടുണ്ട്. അത്യാവശ്യം സ്ഥലവും ഒക്കെയുള്ള ഒരു വലിയ തട്ടുകടയാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ചെന്നപ്പോൾ തന്നെ ലെമൺ ടീ കുടിക്കാൻ നോക്കി. പക്ഷേ വേറെ ചായകളൊന്നും ഇല്ല. പക്ഷേ ലെമൺ ടീക്ക് ചൂടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് എടുത്തിട്ട് നോക്കിയപ്പോൾ തീരെ ചൂടില്ല. അപ്പോൾ നമ്മളത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ജസ്റ്റ് നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് പോയതാണ്. പിന്നെ പിക്കുവിൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പം നമ്മളിത് ഡബിൾ ഓംപ്ലേറ്റ് ആണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി തന്നു. അത്യാവശ്യം നല്ല വൈബുള്ള ഒരു തട്ടുകടയാണ് കേട്ടോ. സ്പേസ് ഞാൻ എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ ചെറിയ ചെറിയ തട്ടുകടകളല്ലേ നമ്മൾ കണ്ടെടുത്ത്, ഭയങ്കര വലിയൊരു തട്ടുകടയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. അങ്ങനത്തെ നമ്മുടെ ഡബിൾ ഓംപ്ലേറ്റ് വന്നു. പിക്ക് പുറത്തേക്ക് ഇറങ്ങിയില്ല കേട്ടോ. പിക്ക് വണ്ടിക്കുള്ളിൽ തന്നെയാണ് ഇരുന്നത്. ഞാനും കുഞ്ഞാവയും പുറത്ത് നിന്ന് കഴിച്ചു. അപ്പോൾ ജോബിൻ ചേട്ടൻ എന്താ പിക്കുവിന് കൊടുത്തു. അപ്പോൾ പിക്കുവിന് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം പുറത്തൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. ഓൾറെഡി ആൾ ഹോസ്പിറ്റലിലേക്ക് ഡ്രസ്സിങ്ങിന് വേണ്ടി പോകുന്നതല്ലാണ്ട് ഇങ്ങനെ ഒരു പുറത്തു പോക്കില്ലല്ലോ. ഇതാണ് കാലിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പുണ്ടായിരുന്നു. അതാണ് ഞാനിവിടെ പറയണത്. എനിക്ക് വേണ്ട, പക്ഷെ ഓംപ്ലേറ്റ് ആയതുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ച് കഴിക്കുകയാണ്. നമ്മുടെ ആമുട്ടൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഉറങ്ങി. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും